الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قامون والله محيط يكاد البرق മിന്നലാകാൻ അടുത്തുപോയി യഖ്തഫു അത് ഇല്ലാതാക്കാൻ അടുത്തുപോയി അബ്സാറഹും അവരുടെ കണ്ണുകളെ കുല്ലമാ അളാഅ ലഹും അവർക്ക് പ്രകാശിപ്പിക്കുമ്പോഴെല്ലാം മശൗഫി വഇദാ അളമ അലൈഹിം അവിടെ നിന്നാണ് പിന്നെ ഇരുട്ടായി പിന്നെ പ്രകാശം വരുന്നതിന് അവിടെ കുത്തിവെക്കും അവിടെ അങ്ങനെ നിൽക്കും. യകാദുൽ ബർഖു എന്നത് ഇറാബിയ എന്ന നിലയിൽ പറഞ്ഞാൽ ഇസ്തിനാഫുൻ താലിബ്. നേരത്തെ ഒരു ഇസ്തിനാഫ് പറഞ്ഞിട്ടുണ്ടാവും. എവിടെ യജഅലൂന അസാബിയഹും എന്ന് പറഞ്ഞെടുത്തൊരു ഇസ്തിനാഫ് ഉണ്ട്. എന്തേ അവർക്കുള്ള അവസ്ഥയെന്ന് അവര് ഇതെല്ലാം കേൾക്കുമ്പോ യജഅലൂന പിന്നെയും ചോദിക്കുന്നു. അവരിങ്ങനെ കുത്തോടെ നിൽക്കുക. യജഅലൂന അബ്സാറഹും ഫീ ആദാനിയുമായിട്ട് പിന്നെന്തേലും പരിപാടി യക്കാദുൽ ബർഖ് വേണ്ട കന്നഹു ജവാബുൻ ലിമൻ യഖൂലു മാ ഹാലുഹും ഇത് ജവാബ് പോലുണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? മഅതിൽക സവാഇഖി ഈ പറഞ്ഞ ഇടിയും മിന്നലും കാറ്റും മഴയും അവകളോടുകൂടി എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവ പറഞ്ഞു യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. കാദ മിൻ അഫ്ആൽ മുഖാറബ അതിന് പറഞ്ഞല്ലോ കുടിക്കാൻ നമ്മൾക്ക്. കാദ എന്നുള്ളത് മുഖാറബാന്റെ പേരിൽപ്പെട്ടതാ. അത് മുസന്നി പറഞ്ഞതിന് നമ്മൾ ആകെ വിഷമിച്ചു പോയനെ. പക്ഷെ അത് പറയാനല്ല ഉപർ ഉദ്ദേശം. മുളിയത്ത് കാദെ വെക്കപ്പെട്ടു ലി മുഖാറബത്തിൽ ഖബർ മിനൽ വുജൂദി ഖബറിനെ അടുപ്പിക്കാൻ എന്തിനോട് അടുപ്പിക്കുന്നു? മിനൽ വുജൂദ്. കാദ സൈദുൻ യഖൂമ സൈദ് ആകാനടുത്തു നിൽക്കാൻ അടുത്തു നിന്നു അതില്ല മനസ്സിലായില്ല ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ലിവറൂദി സബബിഹി ആ വുജൂദിന്റെ കാരണം ആരിലാണ്? ലാകിന്നഹു ലം യൂജദ് എത്തിക്കപ്പെട്ടില്ല. എത്തിക്കപ്പെടാത്തത് ഇമ്മാലി ഉറൂദി മാനിഇൻ അവലി ഫഖദി ഷർത്ത് ഏതെങ്കിലും ഷർത്തില്ലാതായിരിക്കും, അല്ലെങ്കിൽ വല്ല മാനിയും ഉണ്ടായിട്ടുണ്ടാകാതിരിക്കും എന്ന്. ഉളിയത്തിൽ ഇഖ്ബാർ ബിഖുർബി മദ്മൂനി ഖബരിഹ മിനൽ വുഖൂഇ ഫിൽ ഹാൽ അല്ല, അതായത് ആ കാദയുടെ ഇസ്മ് അതിന്റെ ഖബറ് കൊണ്ട് മുത്തസിഫാകാൻ അടുത്തു പോയി അല്ല. അതാണ് ഈ സബബും ഇല്ലത്തും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇല്ലത്തും താൻ വേണ്ട മഅലൂൽ ഉണ്ടാകണം. സബബ് ഉണ്ടായതിനാൽ മനസ്സിലായില്ല. പിന്നെ ഇപ്പൊ അസായാണെങ്കിലോ എനിക്ക് കാത് പറയുമ്പോൾ അതിന്റെ അയാളെ സഹോദരി പറഞ്ഞില്ല എനിക്ക് കാത് വെറുക്കണ്ട. അപ്പൊ അസയാവുന്ന മൗദൂഅത്ത് അത് വെക്കപ്പെട്ടതാണ് ലി റജാഇഹി ആ വുജൂദിന്റെ റജാഇനെ. അപ്പൊ ഫഹിയ ഈ കാദ എന്നുള്ളത് ഖബറും മഹളായി. ഖബറും മഹളായി കാദ എന്നുള്ളത്. അസ എന്നുള്ളത് ഇൻഷാവും ആവും. ഖബറും മഹളാകുമ്പം വലുതാലിക്ക അതുകൊണ്ട് ജാഅത്ത് കാദ വന്നു മുത്തസരിഫത്തൻ കാദയക്കാദ് എന്നൊക്കെ പറയാറുണ്ട്. ബിഖിലാഫി അസ അസയ്ക്കെതിര് കൊണ്ട് അസയിൽ എന്തില്ല? അസയിൽ മുത്തസരിഫ് ആകുന്നില്ല.
അല്ല ഖബറുഹ കാതയുടെ ഖബർ അങ്ങോട്ടാണ് വേണ്ടത്. മശ്റൂത്തുൻ ഫീ ആ കാതയുടെ ഖബറിൽ നിബന്ധനയാക്കപ്പെട്ടു അയ്യക്കൂന ഫീലൻ മുളാരിയ ഫീൽ ആകണം നിർബന്ധമായിട്ട്. മുളാരി എന്ന് പറഞ്ഞാൽ ഹാലിനും ഇസ്തിഖ്ബാലിനും പറ്റുമല്ലോ, മനസ്സിലായില്ല? അപ്പൊ ഹാലിനാണ് വുജൂദി ഇങ്ങോട്ട് ആകാൻ അടുത്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കാതയുടെ ഖബറിൽ അന്നു വരത്തില്ല. അന്ന് ഇസ്തിഖ്ബാലിനെ തനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അസയുടെ ഖബറിൽ അന്നു വരും. അതാ മനസ്സിലായില്ല? അന്നി എന്നുള്ള ഇസ്തിഖ്ബാലിന്റെ അടയാളാണല്ലോ, മുസ്തഖ്ബിലിന്റെ അടയാളാണ്. കാത ഹാലിന്റെ മുദാരിന്റെ മുദാരി കിടക്കും, അന്നി കിടക്കും. അങ്ങനല്ലേ? ഖബറുഹ കാതയുടെ ഖബർ മശ്റൂത്തുൻ ഫീഹി അതിൽ നിബന്ധനയാക്കപ്പെട്ടു അയ്യക്കൂന ഫീലൻ ഫീലാകണം, മുദാരിയായ ഫീലാകണം. അതെന്തിനാ? തംബീഹൻ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട്. അല അന്നഹു അത് അൽ മഖ്സൂദ് ബിൽ ഖുർബി വേണ്ട, അത് ഖുർബിനാൽ അടുക്കപ്പെട്ട് ഖുർബ് കൊണ്ട് കരുതപ്പെടുന്നുണ്ട്. മീൻ ഗൈരി അന്നിനെ കൂടാതെ അന്ന് വരാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ് യുവക്കിദാൽ ഖുർബു അന്ന് വരാതിരിക്കാൻ എന്റെ കാരണം അന്നിനെ കൂടാതെ ഖുർബ് കൊണ്ടുള്ള മഖ്സൂദിന്റെ മേൽ അറിയിക്കും. എന്തിനു വേണ്ടി? ലിയോക്കിദൽ ഖുർബു ഈ ഖുർബ് തഅക്കീദ് ചെയ്യുന്നുണ്ട്, അറിയിക്കലുണ്ട്. ഹാലി എന്താ? വഖത്തദ്ഖുലു അലൈഹി ചിലപ്പോ അന്ന് കടന്നു വന്നൂടാ ഇല്ല അലൈഹി കാതയുടെ മേലൊക്കെ. വഖത്തദ്ഖുലു അലൈഹി എന്താ? അന്ന് കടക്കും അലൈഹി ഈ മുളാരിന്റെ മേൽ വെച്ചോളി. ഹംലൻ ലഹ അലാസ അല്ലെ പിന്നെ കരിമത്തൊന്നും ഒരു ഒരുക്കം വെക്കണം, ഹർബന്ന് വെക്കണം വേറെ വട്ടം, ഇങ്ങനെയൊക്കെ ഇടങ്ങണം. അപ്പൊ തദ്ഖുലു അലൈഹി അതിന്റെ മേൽ കടന്നു വരും. ഹംലൻ ലഹ ആ കാതയെ ചുമത്തിയതിനു വേണ്ടി അലാസയുടെ മേൽ. ഏതുപോലെ കമാ യുഹ്മലു അലൈഹ ബിൽ ഹദഫി മിൻ ഖബരിഹ ഖബറിനെ കളയുന്ന വിഷയത്തിൽ അതിന്റെ മേൽ അമൽ ചെയ്യപ്പെടുന്നത് പോലെ. കാനല്ലി മുശാറക്കത്തിഹിമ ഇത് രണ്ടും കൂറാണ്. ഫി അസ്ലി മഅൽ മുഖാറബ അതെല്ലാം കഴിഞ്ഞു. വഖബറുഹ മശ്റൂത്തുൻ ഫി അൻ യകൂന ഫീലൻ മുദാരിയൻ ഐ ഖദ് ഇസ്തുരിത്ത ഫി ഖബരി കാതയുടെ ഖബറിൽ നിബന്ധനയാക്കപ്പെട്ടു അൻ യകൂന ഫീലൻ മുദാരിയൻ ഫതംബീഹൻ അല അന്ന മദ്മൂന ഖബരിഹ ആ കാതയുടെ ഖബറിന്റെ മദ്മൂന് ഹുവല്ലദീ ഖുസിദ ബയാനു ഹുസൂലിഹി മിനൽ ഹാൽ കണ്ട അവസ്ഥയോട് ഹാലിനെ ഉണ്ടാവും എന്ന്. ഫൈനൽ ഫീലൽ മുദാരി അൽ മുജറദ മിൻ അലമിൽ ഇസ്തിഖ്ബാലി ഇസ്തിഖ്ബാലിന്റെ അടയാളങ്ങളെ തൊട്ട് തനിപ്പിക്കപ്പെട്ട മുദാരിയായ ഫീല് ഇസ്തിഖ്ബാലിന്റെ അടയാളം ഏതുപോലെ മിഥുലു അന്നാസിബത്തി വസ്സീനി വസുഫ വൈകാന മൗദൂഅൻ ബിൽ ഇസ്തിറാഖി ലിൽ ഹാലി വൽ ഇസ്തിഖ്ബാലി ഇസ്തിഖ്ബാലി ഹാലിന് ഇസ്തിറാഖ് എന്ന നിലയിൽ വെക്കപ്പെട്ടതാണെങ്കിലും ഇല്ല അന്നഹു ഇൻദ ഇസ്തിഅ്മാലി യക്കാദുവിനെ പെരുമാറും. എങ്ങനത്തെ യക്കാദു ആണൽ മൗദൂഅത്തിൽ ബയാനി ഖുർബി ഖബരിഹ മിനൽ വഖൂഇ ഫിൽ ഹാലി അതുണ്ടാകാൻ അതിന്റെ ഖബർ വാക്കിയാകാൻ അടുത്തിട്ടുണ്ട്. അതിന്റെ മേൽ അറിയിക്കുന്ന കാതയെ പെരുമാറുമ്പോൾ യതഅയ്യനു നിബന്ധമാകും കൗനുഹു ലിൽ ഹാലി എന്താ മനസ്സിലായില്ല? ലിഖിയാലിൽ ഖരീനത്തി അൽ മുഅയ്യനത്തി ലിൽ മുറാദി വഹയ ഇസ്തിഅ്മാലുഹു ബിമാ വുദിഅ ലിമുഖാറബത്തിൽ ഖബർ മിനൽ വുജൂഹ്. അതാണ് കാത വരുമ്പം അന്ന് വന്നൂടാ എന്ന് പറയുന്നത്. തിരിഞ്ഞോ? കാത എന്നുള്ളത് ആകാൻ അടുത്ത് വന്നതാണ്. അപ്പൊ അത് ആകാൻ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് മുദാരിന്റെ മേലെ അത് കടന്നു വരുള്ളൂ. ആ മുദാരിയിൽ അന്നുണ്ടാകാൻ പാടില്ല. കാരണം മുദാരിയിൽ അന്നുണ്ടായ ഇസ്തിഖ്ബാലായി. മനസ്സിലായില്ല? അതുകൊണ്ട് കാത അയ്യക്കൂമെന്ന് പറയലില്ല. ഇനി അങ്ങനെ പറയുന്നെങ്കിൽ അസയുടെ മേൽ അമല് ചെയ്തിട്ടേ പറയുള്ളൂ, അല്ലാതെ പറയാറില്ല. മനസ്സിലായില്ലേ? കാതു ആയത്തെങ്ങനെ മനസ്സിലായേ? എക്കാതൂന ഇഖ്തത്തിലൂന അങ്ങനെ ഒരു ആയത്തില്ലേ? അയാൾക്ക് ആയത്തെന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ആയത്തില്ലേ? ഇങ്ങനെ ആയത്ത് പറയടാ.
അതും യഖ്തത്തിലൂനും ലായക്കാദൂന യഖ്തത്തിലൂന. സൂറത്തുൽ ബഖറയിലെ ആയത്തില്ലടാ നിനക്ക്. നീ എവിടുന്നാണ് ആഫിലായി ഇല്ലേ? ആയത്തില്ല. എവിടെങ്കിലും മുസ്ലിയാരിമ ആയത്ത് ചോദിക്കും പിള്ളേരെ കുറ്റം പറയും. വായിച്ച് പറയുന്നത് മുസ്ലിയാരിമ എവിടെങ്കിലും ആയത്തിന്റെ മുറി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് നമ്മളത് ഫുള്ള് ഊതി കൊടുക്കണമെന്നാലും കൊടുക്കത്തില്ല. ഇനി ഇങ്ങോട്ട് വരില്ല. അത് കഴിഞ്ഞിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ യാത്ര കുറെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് വിശക്കുന്നുണ്ട്. وقالوا لا يكادون അങ്ങനെ ആയത്. ഇയാളൊക്കെ എവിടെ നിന്ന് പഠിച്ചു കയറി ഇങ്ങോട്ട് വന്നു? ഇത് മക്കളത്താൻ ഓതനാങ്ങോട്ടെ. ഞാനെ അവിടെ എഴുതാനത് മുതൂന് പാളാനാ ചിലപ്പോൾ തോന്നുന്നു എനിക്ക്. الشهر الحرام إذ قال موسى لفتاه لا أبره. അങ്ങനെയല്ലല്ലോ ആയതങ്ങനെ. അവരെല്ലാം അവിടെ തർക്കം കൂടി വന്നു. എന്നിട്ട് ഒരു കൊലയുടെ കാര്യത്തില് കുട്ടികളെ വേറൊന്നും വെറുതെയാ ഇതൊക്കെ വെറുതെ ആപ്പിളാന്നായി പറഞ്ഞാല് ആപ്പിള് ആപ്പിളല്ല അല്ല لم تر إلى الملأ الذين تقاتلون تلك الرسل فضلنا بعضهم على بعض الله ولي الذين آمنوا. ألم تر إلى الذين خرجوا من ديارهم أو كالذي مر على قرية إذ قال إبراهيم ربي أرني. ഞങ്ങൾക്കൊന്നും ആയത്തറിയില്ല. എന്ത് ചെയ്യും? സൂറത്തുൽ ബഖറയുടെ മക്കറയെ സംബന്ധിച്ച് പറഞ്ഞ ആയത്ത് ഓതി അങ്ങായി. മക്കാതു യഫലു അന്നൂരില്ലാന്ന് ഇതിലപ്പം മക്കാതു അയ്യഫലു പറയില്ല. മക്കാതു യഫലൂൻ അങ്ങനെ നീ കൊണ്ട് പറയാം. നീ കുറെ കാതുണ്ട്. മക്കാതു യഫലൂൻ. പിന്നെ ബിസ്മില്ലാ. അപ്പൊ അങ്ങനെയാണ് കാതയും മുങ്ങാരിയാബിനും തമ്മിൽ അടുപ്പം കേട്ടാ. വൽ ഖത്ഫു യഖ്തഫൂന അബ്സാറഹും എന്ന് പറഞ്ഞല്ലോ. ഖത്ഫ് എന്ന് പറഞ്ഞാൽ അൽ അഖ്ദു ബിസുർഅത്തി വഖുരിഅ യഖ്തിഫു എന്നുണ്ട് വയഖ്തിഫു എന്നുണ്ട്. യഖ്തിഫു എന്ന് യഖസ്സിമു പോലെ ഖസ്സമ യഖസ്സിമു പറഞ്ഞില്ല. അങ്ങനെ യഖ്തിഫു ഖസ്സമ മിൻ ഇഖ്തസമ അലാ അന്നഹു യഖ്തതിഫു യഖ്തതിഫു എന്ന സ്ഥാനത്ത് ഇഖ്തതഫ യഖ്തതിഫു അവ യഖ്തിഫു എന്ന് ാൽമാവിന്റെ മാതുര പാൽബൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ഇനി അവിടെ തന്നെ എന്ത് ചെയ്തു? യഖ്തതിഫു ആകുമ്പം നുക്കിലത്ത് പത്തഴത്ത് തായിലൽ ഖായി
ഫയഖാദ് വരും ثم أضغمت في التاء ويخطف نون بكسر الخاء يولى يخطف അവിടെ യഖത്തിഫു ആദ്യം പറഞ്ഞെടുത്ത് യഖത്തിഫു രണ്ടാമത് പറഞ്ഞത് വയഖ്തിഫു അത് നമ്മൾ പറഞ്ഞല്ലോ ഖിസ്സമ യഖ്സിമു അങ്ങനെ കസർ കൊടുക്കുന്നവർ പോലെ പറഞ്ഞല്ലോ തഖല്ലസിന്റെ അസല് കസറായിക്കൊണ്ട് കസർ കൊടുത്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ വചനാണ് പറഞ്ഞത് ബി കസറിൽ ഖാഇ ഖായിന് കസർ കൊടുത്തു പിന്നെന്താണ് ലിൽതിഖാഇ സാക്കിനൈനി ഇനി വയഖ്തിഫു എന്നല്ല യിഖ്തിഫു വാ യിഖ്തിഫു കസർ മുളാറത്തിന്റെ അക്ഷരത്തിന് കസർ കൊടുത്തു ഖസ്സമ യഖ്സിമു യിഖ്സിമു എന്ന് പറയുന്നതിന് പറയാമോ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് മേപ്പോട്ട് പോകല്ലോ അറ്റ അടിയല്ലാതെ കിട്ടുന്നതൊക്കെ വാ യഖ്തിഫു ബികസറിൽ ഖായി അത് ഇൽതിഖാസാക്കിനി വത്തിബാഇൽ യാഇ യായിനെ താബിയാക്കി ലഹാ ആ ഖായിനോ അപ്പൊ എന്തായി അപ്പൊ എല്ലാ വസ്നികളിലും സവാങ്കാന മാലിയൻ അല്ലെങ്കിൽ ഖിസ്സമ യഖ്സിമു അങ്ങനെ മുദാരിയിലും അമ്രിലും എല്ലാം കസർ കൊടുക്കുന്ന ആ കസർ ഈ യായിനോട് അല്ല ഫാഉൽ ഫീലിനോട് തുടർത്തിയിട്ടാണ് കസർ കൊടുക്കുന്നത്. ഫാഉൽ ഫീലിന് കസർ കൊടുത്തത് തഖല്ലുസിന്റെ അസ്ലി കസറിന്റെ അടിസ്ഥാനത്തിലാണ്, നീക്കാൻ നിൽക്കുന്നില്ല, അതേ കളയും. ഇസ്തിയാൽവാവിന്റെ മാതിയുടെ ഫാഉൽ ഫീൽ ഖാ ആവുകയും ഖായിന് ശേഷം താഴ് സംഭവിക്കുകയും ചെയ്തതിനാൽ തായിന്റെ അർക്കത്തിനെ കളഞ്ഞു. പിന്നെ തായിനെ മറിച്ചെന്താക്കി ത്വാക്കി. മനസ്സിലായി? രണ്ട് സുക്കൂനുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫാഉൽ ഫീലിന് കസർ കൊടുത്തു. അങ്ങനെ കസർ വന്നപ്പോ എന്ത് ചെയ്തു? ആ കസറിനോട് തുടർത്തിയിട്ട് യാതൊന്നും എന്ത് ചെയ്തു? കസർ കൊടുത്തു. അങ്ങനെ ഒരു പ്രയോഗം കൂടി അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. വഫീ ബഅദിഹിം യക്സിറൂന എന്നുണ്ട് ഇവിടെ മേപ്പോട്ട് ഇങ്ങനെ നോക്കണ്ട ഇല്ലേ? പഠിച്ചോടാ മേപ്പോട്ട് പോകുന്ന വയത്തഖത്തബു എന്നൊക്കെ പറയും. പിന്നെ അസ്ലുഹു യഖ്തതിഫു ബിസുക്കിനത്തി ഹറകത്തുത്തായി ജാദലിദ മുദിമത്താഫിത്തായി ഫജിത്തമഅ സാക്കിനാനി അൽ ഖാഉ വൽ ഹർഫുൽ മുദ്ഗം ഫഖുസറത്തിൽ ഖാഉ ഇമാ മുതാബഅത്തൻ ലിത്തായി ആയിട്ടോ ഔലി അന്നൽ കസറത്ത അസ്ലുൻ ആണ് ബി തഹരീക്ക് സാക്കിൻ. സാക്കിന് ഹർക്കത്ത് കൊടുക്കുന്നതിൽ അസാലത്ത് ഏതാണ്? കസറാണ് എന്ന്. സുമ്മ കുസ്റ ഹർഫുൽ മുളാറഅത്തി തബഅൻ ലിൽ ഖാഇ എന്നും അങ്ങനത്തെ പ്രയോഗമാണ്. കുല്ലമാ അല്ലാഹും അവർക്ക് പ്രകാശിക്കുമ്പോഴെല്ലാം അസൗഫിഹി ഇസ്തിനാബുൻ സാരിദുൻ കഅന്നഹു ഖീല വീണ്ടും ഇസ്തിനാബ് തന്നെയാണ്. കഅന്നഹു ഖീല മാ യഫ്അലൂന ഫീ താറത്തൈ ഖഫൂഖിൽ ബർഖി വഖുഫിയത്തിഹി ആ മിന്നൽ പിണറടിക്കുമ്പോഴും ആ മിന്നല് നിൽക്കുമ്പോഴും ആ മിന്നൽ മറയുമ്പോഴും അവർക്കുള്ള അവസ്ഥ എന്തെന്നാണ്? ആ മറുപടി പറഞ്ഞു കുല്ലമാലഹും അവർക്ക് മാത്ത് ചെയ്യുമ്പോഴെല്ലാം മറ്റേ കൈപ്പല്ലോ ഉണ്ടോ? പുളിയായി ചാപ്പാട് ചെയ്യല്ലേ? ഇങ്ങോട്ട് പോലെ ഓടിക്കൊണ്ടു എന്ത് കഴിച്ചിട്ട് പോലെ തുറക്കണ വലിയ വേണം. പിന്നെ ബിദാലിക വളാഅ ഇമ്മാ മുതഅദ്ദിൻ വൽ മഫൂൽ മഅദൂഫുൻ അല്ലാഅ ലഹും എന്തിനെ അത്തരീഖാന്നു വൽ മഫൂൽ മഅദൂഫുൻ വമാ കുല്ലമാ നവ്വറ ലഹും അവർക്ക് ആ പ്രകാശം പ്രകാശിപ്പിക്കുമ്പോഴെല്ലാം എന്തിനെ പ്രകാശിപ്പിക്കുന്നു? മംസ കേട്ടാ, അത് നടന്നു പോകുന്ന സ്ഥലത്തിനെ പ്രകാശിപ്പിക്കുമ്പോഴെല്ലാം മനോഫി അതിലേക്ക് നടന്നു പോകുന്നവര് എന്ന്. മുസ്ലിം കൊടുക്കും ഞാൻ കുടിച്ചോളാം. ഈ കട്ടി എന്നാല്
പിന്നെ പറയണ പിള്ളേരെ ഈ ചങ്ങായിമാര് ഞാൻ കുടിക്കുന്ന നോക്കിക്കൊണ്ടിരുന്ന പിന്നെ എങ്ങനെ അതോ ആ മംസയെ അവർ പിടിക്കും. നിങ്ങളെ ലാസ്യമായിക്കോട്ടെ. ഇങ്ങനെ ഒരെണ്ണം ഞെടുക്കി ഈ വാർത്തയൊക്കെ ഉണ്ട്. മോള് ഉണ്ടാക്കിയ മോള് ചോദിച്ചാലേ ചോദ്യങ്ങളുണ്ട് മീനത് അത് പറയാൻ പറ്റും. പിന്നെ ഇനി അല്ലെങ്കിൽ കുല്ലമാ അള്ളാഹയ്ക്ക് പ്രകാശിപ്പിക്കുമ്പോഴല്ല കണ്ട. പിന്നെ മീനടുത്ത് ഇറാഞ്ഞോട്ട് ഐ കുല്ലമാ ലമഅലം അവർക്ക് വെളിച്ചം വരുമ്പോഴല്ല, മറ്റേതല്ല വെളിച്ചം ഉണ്ടാക്കുമ്പോഴല്ല. മനസ്സിലായില്ലേ? വെളിച്ചം വരുമ്പോഴല്ല മസൂഫി അതിന്റെ ഇഷ്ടം നടന്നു. പിന്നെ കുല്ലമാ ലമഅലഹും മസൂ അവർ നടന്നു പോകും ഫീ മത്റഹി നൂരിഹി ആ തീയുടെ പ്രകാശം അടിക്കുന്നിടത്ത് എന്ന്. അപ്പൊ കദാലിക അദലമയും ഇങ്ങനെ ലാസിമായിട്ടും മുത്തഅദ്ദിയായിട്ടും പ്രകാശാങ്ക് മാറുമ്പോ അവിടെ ഇരുട്ടായല്ലോ. ആ മംസയെ ഇരുട്ടാക്കുന്ന സന്ദർഭം എന്തായി? ആ മംസയെ ഇരുട്ടാക്കുമ്പോ ഒരു നീക്കും. മനസ്സിലായില്ലേ? ഫൈന്നഹു ജാഅ അദലമ എന്നുള്ളത് വന്നിട്ടുണ്ട്, മുത്തഅദ്ദിയായി കൊണ്ടുവന്നിട്ടുണ്ട്. മിൻ വലമല്ലയിലു എന്നും വലമല്ലയിലു എന്നതിൽ നിന്നും മുത്തഅദ്ദിയായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നു മാത്രമല്ല അതിന് സാക്ഷിയാകുന്നുണ്ട് ഖിറാഅത്തു ഉദ്ലിമ നല്ല ഓതിയത് കുല്ലമാ അളാഅ ലഹും മശൂ ഫീഹി വഇദാ ഉദ്ലിമ എന്നുണ്ട്. നമ്മൾ അദലമാന്ന് ഓതിയത് ഉദ്ലിമ എന്നുണ്ട്. ഉദ്ലിമാകുമ്പോ മുത്തഅദ്ദിയാവുമല്ലോ. ലാസിമിന് എന്ത് ചെയ്യത്തില്ല, മജൂലാക്കില്ലല്ലോ. മനസ്സിലായില്ല? അലൽ ബിനാഇൽ മഫ്ഊലി വഖൗലു അബി തമീമിൻ വമാ അദ്ലമാ ഹലയ്യ സമ്മത അജ്ലയാ ബലാമൈഹിമാ അൻ വജ്ഹി അംറദി യശ്യബി. ഉമാ ആ രണ്ട് കാര്യങ്ങളും വെച്ചാല് അയാളുടെ രണ്ട് കാര്യങ്ങൾ തന്നെ പറയുന്നത്. എന്റെ ബുദ്ധിയും അയാളുടെ ബുദ്ധിയും അയാളുടേതായ നന്മയിലേക്കുള്ള വഴികാട്ടലും അത് രണ്ടുമാകുന്നത് അദ്ലമാ ഹാലിയ എന്റെ അവസ്ഥ അത് ഇള്ളായിക്കളഞ്ഞു. സമ്മത്ത അവിടെ അല്ല സുമ്മത്ത പിന്നീട് അജ്ലയ അത് രണ്ടും വെളിവാക്കുകയും ചെയ്തു. ബലാമഹിമ അവ രണ്ടിന്റെയും വെളിവ് അതിന്റെ രണ്ടിന്റെയും ഇരുളിനെ വെളിവാക്കുകയും ചെയ്തു. ആരത്തൊട്ട് വെളിവാക്കി? അൻ വജിഹിൻ അമ്രദിൻ അഷീബ നല്ലൊരു ചെറുപ്പക്കാരനായ അമ്രദിന്റെ വജിഹിനെ തൊട്ട്. പിന്നെന്താണ്? അവൻ അഷീബാണ്. മനസ്സിലായില്ല? ഷൈബു ആയിപ്പോയി. പിന്നെ ആ ഷൈബ് തന്നെ നല്ല രീതിയിൽ ഷൈബായതാ. അടക്കം നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു. പിന്നെ നമ്മളെ മുഖ്തസർ തജ്രീദാക്കണം. അയാളിൽ നിന്ന് തന്നെ അയാളെ ഭയങ്കര സമ്പത്ത് കിട്ടി. അങ്ങനെ തെമ്മാടിയായിട്ടൊക്കെ നടന്ന് അങ്ങനെ ബോധോദയം ഉണ്ടായപ്പോൾ ചെറുപ്പക്കാരുടെ അവസ്ഥയിലേക്ക് അവൻ എത്തി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ പ്രവർത്തനങ്ങൾ നടത്തി. മനസ്സിലായില്ല? അപ്പം ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളോട് തസ്ബീഹാക്കിയതാണ് അമ്രദ് എന്നുള്ളതിന്. പിന്നെ നല്ല രീതിയിൽ വയോവൃദ്ധനായ നല്ല ഇബാദത്തുള്ള ഒരു ആളുമായി വയസ്സനുമായി തീർന്നു എന്നാണ് പറഞ്ഞതിന്റെ മേന. അപ്പൊ അയാളിൽ നിന്ന് തന്നെ അയാൾ തജ്രീദ് ചെയ്തു ഇങ്ങനെ ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ല? പിന്നെ ഫൈന്നഹു വഇൻകാന മിനൽ മുഹദ്ദിദീന
ലാക്കിന്നഹു. അപ്പൊ പിന്നെ ചോദിക്കും, ഇതൊക്കെ പാട്ടിന് ഈ പാട്ടൊക്കെ എങ്ങനെ തെളിവായിട്ട് എടുക്കാൻ പറ്റും? എന്നെ ഫോൺ അവിടെ അടിക്കുന്നത്. അതിന് പാട്ട് 3-4 ഐറ്റം ഉണ്ട്. ذكروا بأحاديث الشريفة أن الشعراء على 4 طبقات: الجاهلون وهم الذين لم يدركوا عصر الإسلام فضلا أن يسلموا كامرئ القيس وزهير وطرفة، ومخضرمون وهم الذين أدركوا الجاهلية والإسلام فأسلموا المسلم آمران كحسان واللبيد، والمتقدمون من أهل الإسلام كالفرزدق وجرير وذي الذمة وهؤلاء كلهم يستشهد بكلامهم في اللغة. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോകത്തില് തെളിവെടുത്തതാണ് എന്ന്. അതാവ ഇന്നഹു അഥവാ ഇൻകാനും മഹദ്ദിദിനാണെങ്കിലും ലാക്കിനോമിൻ ഉലമാൽ അറബിയാണ്. ഫലായബൂദ് വിദൂരമല്ല, മായക്കൂലു അവർ പറയുന്ന ഒന്നിനെ ആക്കപ്പെടൽ വിദൂരമല്ല, ബി മൻസിലത്തി മായർവിഹി അവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒന്നിന്റെ സ്ഥാനത്താക്കുന്നത് വിദൂരമല്ല. അപ്പൊ കുല്ലമാ അള്ളാലഹും അശോഫി എന്ന് പറഞ്ഞു. പിന്നെ കുല്ലമാ അദലമ എന്ന് പറയാതെ ഇതാ അദലമ എന്ന് പറഞ്ഞു. രണ്ട് സംഗതി അങ്ങനെയാണല്ലോ. കുല്ലമാ അള്ളാലഹും ആകുമ്പോഴെല്ലാം അവരെന്ത് ചെയ്യും, നടന്നങ്ങ് പോകും. ഇനിയിപ്പോ കുല്ലമാ അദലമ ആകുമ്പോഴെല്ലാം നിൽക്കുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ എന്റെ കുല്ലം പറയാതെ രണ്ടാമത്തെ ഇതാ പറഞ്ഞത് എന്നാ? ആര് പറഞ്ഞാലും അള്ളാഹു പറഞ്ഞാലും അവർ പറഞ്ഞു കൊടുക്കും. അള്ളാഹു പറഞ്ഞ ഈ അടിസ്ഥാനത്തിലാണ്. മനസ്സിലേ? അവർ നമ്മൾ പറയണ്ട, ഓ അള്ളാഹേക്ക് വലിയ ആളെന്ന് പറയണ്ട. അള്ളാഹേക്കാളും വലിയ നെഹവീങ്ങളും സർവീങ്ങളും നമ്മൾ പറഞ്ഞ് നടക്കണ്ട കേട്ടോ. അത് നന്നായി അവർ കൊടുത്തില്ലോ നമുക്ക് തോന്നും. പിന്നമാ കാല ഇദാഅത്തിനോടുകൂടെ എന്ത് പറഞ്ഞു? കുല്ലമ പറഞ്ഞു. മഅൽ ഇസ്ലാമിനോട് ഇതായി പറഞ്ഞു. കാരണം നടന്നു പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരില്ലേ? ഇരുളവൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? അപ്പൊ അതുകൊണ്ട് കുല്ലമ പറഞ്ഞു. എപ്പോഴും ഇതാവണോ എപ്പോഴും ആവണമെന്നില്ല. പിന്നെ 50,000 കൈ കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇനി 25,000 വൈകിട്ടിട്ടേ പോരാ, പിന്നെ കിട്ടുമല്ലോ. 50 കിട്ടി, ലോണ് കൊടുത്തു. ഇനി 25,000 വേണം. അത് വൈകിട്ടൊക്കെ ആവശ്യമില്ല, അവിടുത്തെ ആവശ്യം അതൊക്കെ വരുമായിരിക്കും അല്ലേ? അള്ളാഹു ഭയങ്കര പണിയാണ്. എല്ലാവരും തരുമോ? അങ്ങനെ തരത്തില്ല. മുസ്ലിം എടുത്ത് ചിലവാക്കിയെന്ന് വിചാരിച്ചു. ശരിയാ? ആദ്യം 50 രൂപ കൊടുക്കും വിസയ്ക്കും ടിക്കറ്റ്. നാളെ നല്ല ചെലവല്ലോ, നല്ല ചെലവായാലും നല്ല ചെലവാ. ഇന്നലെ അടിച്ചു ലവാശേരി പോന്നിട്ട് മട്ടൻ. കാല മഅൽ കുല്ലമ വമഅൽ ഇസ്ലാമി ഇദാ ലിഅന്നഹും കാരണം അവർ ഫിറാസുൻ അവർ ഭയങ്കരമായ രീതിയിൽ അത്യാർത്തിയുള്ളവരാണ്. എന്തിന്റെ മേൽ? നടക്കുന്നതിന്റെ മേൽ അവർ അത്യാർത്തിയുള്ളവരാണ്. ഫിറാസുൻ ഫിആലുഅസ്ന് എമ്മായിരിക്കും അല്ലേ? സിഗാറാന്ന് പറയില്ലേ നമ്മൾ? റബ്ബൗന സിഗാറാന്ന് പറയില്ലേ? സഗീറത്തിന്റെ അമ്മ.
ഹരീസത്ത് മിറാസ്. ഫകുല്ലമ എന്നത് ഫകുല്ലമ സ്വാദഫു മിൻഹു, അപ്പൊ അവര് പിടിക്കുമ്പോഴെല്ലാം, കുല്ലമ സ്വാദഫു അവർ മുട്ടുമ്പോഴെല്ലാം, മിന്നു നൂറിനോട് മുട്ടുമ്പോഴെല്ലാം, എന്തിനെ ഫുർസത്തൻ, ഒരു ഫുർസത്തിന് കിട്ടുമ്പോഴെല്ലാം ഇന്ദഹസുഹോ അതിൽ ചാടിയാൻ പോകും. വലാ കദാലിക തവഖുഫു, മനസ്സിലായില്ല? തവഖുഫ് അങ്ങനെയല്ല, തിരിഞ്ഞോ കഴിഞ്ഞു. മഅന ഖാമു വഖഫു എന്നാണ്. മിന്നു ഖാമത്തി സൂഖു എന്ന് പറയും. ഓ കമ്പോളം എന്തായിപ്പോയി, കമ്പോളം മുടക്കാച്ചരക്കായി എന്ന് പറയും. ഇതാ റക്കദത്ത്. വഖാമൽ മാവു എന്ന് പറയും, വെള്ളം നിന്ന് പോയി. എപ്പോഴിതാ ജമദ, ആ വെള്ളം ജാമീനായിപ്പോയാല് ഏടാ, പിന്നെ ജമദ നല്ല അങ്ങനൊന്നും ഇല്ലടാ. പിന്നെ എന്നാൽ വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം, അല്ലാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവരുടെ സമ്മിനെ അല്ലാഹു പോക്കിക്കളയുന്നതാണ്, അവരുടെ അബ്സാറിനെയും പോക്കിക്കളയുന്നതാണ്. കാരണം എന്തേ? ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് തന്നെയല്ലേ കാരണം, വേറൊന്നുമില്ല കേട്ടോ. ലൗ ശാ അല്ലാഹു അൻ യദ്ഹബ ബിസംഇഹിം, അതെങ്ങനെ, എന്തുകൊണ്ട് പോക്കുന്നു? ബിതസ്വീഫിർ റഅദി, അല്ല ആ ഇടിയുടെ ശബ്ദം കൊണ്ടും, വഅബ്സാരിഹിം ബിവമീദിൽ ബർഖി, മിന്നലിന്റേതായ പ്രകാശം കൊണ്ടും അവരുടെ കണ്ണുകളെയും ഇടിയുടെ കട്ടി കൊണ്ട് അവരുടെ സമ്മിനെയും പോക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹു പോക്കുകളെയും ബിഹിമ, അവ രണ്ടിനെയും പോക്കുകളയും. മനസ്സിലായില്ല? അപ്പം ലൗ ശാ അല്ലാഹു, അവൻ പറഞ്ഞല്ലേ ഏപ്രിൽ അങ്ങാണ്ട് തരാമെന്ന് പറഞ്ഞു. അതോ ഞാൻ ഇന്ന് കണ്ടുമുട്ടു അവനായിട്ട് സംസാരിക്കാം. ഇന്ന് ഫെബ്രുവരി 2-3 ആയുള്ളൂ പൊന്നനിയന്മാരെ. ഓ എന്റെ അന്നോ ആകപ്പാട് 10-65 കുറുവായി തരാണ്ട് അങ്ങ് കടന്ന് വേണം തന്നെ. പിന്നെ പൈസ ഉള്ളവർക്ക് പോകുന്നുള്ളൂ. രണ്ടോട് എളുപ്പം വന്നു. കഞ്ഞി കുടിക്കുന്നു വേണോ? നിങ്ങൾ മുതലാളിയോരോ മക്കളല്ലേ ഇപ്പൊ? എന്റെ കാര്യമുണ്ട്, പൈസ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ ആവശ്യം തന്നെയാ. അല്ല ഇപ്പോഴത്തെ ആവശ്യം, ഇന്നത്തെ ആവശ്യമാണ്. പിന്നെ പോകും. പൈസ ഉണ്ടല്ലേ, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്ത് എടുത്തോണ്ട് പോയോ? എന്തൊരു പണി ഇല്ലേ? അങ്ങനെയൊക്കെ. അപ്പൊ ഉദിബൽ മഫൂൽ ഞാൻ കളയപ്പെട്ടു. ബാങ്കിലോ ഇല്ലാണോ പൈസ? എന്താ പറയാ? നീ രണ്ടോട് എടുപ്പാൻ വന്നേ. അത് അതാ മുണ്ടച്ചോനെ എന്റെ പൈസ ഉണ്ടോ? മേടിക്കാൻ പൈസ ഉണ്ടോടാ? അവരെല്ലാവരും എന്താ പറഞ്ഞു എന്നിട്ട് എന്തിന്റെ പൈസ ഇരിപ്പുണ്ടോ കൊടുക്കാൻ? ഈ പലിശ കേൾക്കാനല്ലയോ? പൈസ കൈ വരുമ്പോ ഇൻഷാ അല്ലാഹ് അവർ തന്നെ എടുത്തു. ഇയാള് തന്നെ വലിയ പോത്താ. ഇയാള് പോ അങ്ങോട്ട്. രണ്ടിനെ പോകും. ഇല്ലാടെ അരി മേടിച്ചത്, ഈ ആട് വെട്ടി തരുന്നത് അരി ഒഴിവാണ് പോയി പറഞ്ഞു.
നീ രക്ഷപ്പെട്ടു ആടിനെ വന്നിട്ട് അരി പറഞ്ഞിട്ട് ഫഹുദിബൽ മഫ്ഊലു ദലാലത്തിൽ ജവാബി വലൗ ശാ അല്ലാഹു എന്തിനെ ഉദ്ദേശിച്ചു മശീയത്തിന്റെ മഫ്ഊലിനെ കളയല് സർവ്വസാധാരണയാണല്ലോ ഒരീബല്ലാതെ വരുമ്പോൾ ഒരീബാണിയെങ്കിൽ മശീയത്തിന്റെ മഫ്ഊലിനെ പറയണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ദലാലത്തിൽ ജവാബിയാണ് വലൗ വലഖത് തകാസറ മാഷാ അല്ലാഹ് വലഖത് തകാസറ ഹദഫുഹു മഫ്ഊലിനെ കളയൽ എത്രങ്ങാണ് അങ്ങ് പെരുത്തിരിക്കുന്നു എവിടെ ഫി ശാഅയിലും വ അറാദയിലും ഏത് വരെ ഹത്താ ലാ യകാദു യുദ്കറു ആ മഫ്ഊലിനെ പറയപ്പെടൽ അടുത്തിട്ടില്ല ഇല്ലാ ഫി ശൈഇൽ മുസ്തഗ്രിബി അലൈ മുസ്തഗ്റബി വളരെ ഒരീബാക്കപ്പെട്ടതായ ചില സംഗതികളിലല്ലാതെ അതിനെ പറയപ്പെടൽ അടുത്തിട്ടില്ല കഖൗലി വലൗ ശീതു അന്നബികി ദമല്ലേ ബകൈതു എന്ന് പറയും അന്നബിക്ക് ദമന കരയുക എന്നുള്ളത് വളരെ അപൂർവമാണ് അപ്പൊ അത് പറഞ്ഞു മനസ്സിലായില്ലേ നമുക്ക് നമ്മള് മറ്റേ മുഖ്തസറിൽ ഓതിയതാ വലൗ ലൗവാകുന്നത് മിൻ ഉറൂഫി ഷർത്തിയത് വലൗ ശാ അല്ലാഹു ലനാബ ബിസംഇഹിം എന്ന ലൗവാകുന്നത് ഷർത്തിന്റെ അക്ഷരമാണ് ഇനി നമ്മൾ ലൗനെ പറ്റിയ ലൗലാസ് വൈബിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങിട്ട്